COVID-19 കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്നതിനോടൊപ്പം തന്നെ പടരുന്നതാണ് നമ്മുടെ മാനസിക സംഘർഷങ്ങളും ആശങ്കകളും വിഷാദവുമെല്ലാം. ഏകാന്തത എത്രത്തോളം നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നുവെന്ന് ഈ ലോക്ക്ഡൗണും ക്വാറന്റൈനുമെല്ലാം നമുക്ക് കാണിച്ചു തന്നു അല്ലേ? ഒരു ദിവസം 15 സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ ദോഷം ചെയ്യും ഏകാന്തത നമ്മുടെ ആരോഗ്യത്തിന് എന്ന് ഒരു പഠനം സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തുചേരലും കൂട്ടായ്മയുമെല്ലാം നമ്മുടെ മാനസികാരോഗ്യത്തിന് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ഈ വൈറസ് നമുക്ക് കാണിച്ചു തന്നു. ആഴ്ചയിലൊരിക്കലെങ്കിലും പള്ളികളിലോ അമ്പലങ്ങളിലോ പാർക്കിലോ ബീച്ചിലോ തിയേറ്ററിലോ ഒന്നും പോകാൻ പറ്റാതെ നാം എല്ലാം വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വീർപ്പ് മുട്ടലും ആശങ്കകൾക്ക് ഒന്നും ഈ വൈറസിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. സമൂഹ വ്യാപനം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ വൈറസ് ബാധ ഏൽക്കും എന്നുള്ള ഭയം ഓരോ ദിവസവും നമ്മിൽ കൂടി വരികയാണ്. വർഷങ്ങളായി ശാരീരികമോ മാനസികവുമായ എന്തെങ്കിലുമൊക്കെ അസുഖം അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ, ഇവരിലൊക്കെ ഈ ഒരു അനുഭവം കൂടുതലായി കണ്ടുവരുന്നു. നമ്മുടെ ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസിക ആരോഗ്യത്തെയും ആക്രമിക്കുന്ന ഈ വൈറസിനെ നമുക്ക് ഒരുമിച്ച് നേരിടണം. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ നാം സ്വീകരിക്കണം. വ്യായാമം, നല്ല ഭക്ഷണ രീതി ഇവയെല്ലാം നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കണം. വാർത്തകൾ കേൾക്കുന്നത് നല്ലതാണ്, എന്നാൽ വാർത്തകൾ ഉത്കണ്ഠ ഉണ്ടാക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ വാർത്തയിൽ നിന്ന് മാറി നിന്നേക്കുക. ചൈനയിൽ നടന്ന ഒരു പഠനം ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്: ദിവസം 3 മണിക്കൂറിലധികം വാർത്തകളും മറ്റ് സോഷ്യൽ മീഡിയയും ഉപയോഗിക്കുന്ന വ്യക്തികളിൽ വിഷാദത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ലക്ഷണങ്ങൾ കണ്ടുവരുന്നതായിട്ട്. നമ്മുടെ ദിവസങ്ങൾക്ക് നാം ഒരു ചിട്ടയും ക്രമവും ഏർപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിന് ഒരു ചിട്ടയുണ്ടാകുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് ചിട്ടയുണ്ടാകും. ചിട്ടയുള്ള ജീവിത രീതി ഉള്ള ഒരു മനുഷ്യനെ ഒരു അനിശ്ചിതത്വത്തിനും തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. പുസ്തക വായനയ്ക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിനുള്ള പങ്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഈ ലോക്ക്ഡൗൺ കാലം നമുക്ക് അതിനായി ഉപയോഗിക്കാം. പുസ്തകങ്ങളെ കൂട്ടുകാരാക്കാം. ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഉറക്കം നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഉറങ്ങുന്നതിനും എണീക്കുന്നതിനും കൃത്യമായ ഒരു സമയം നമുക്ക് നമ്മുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്താം. മനസ്സ് തുറന്ന് മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനായി നാം സമയം കണ്ടെത്തണം. അങ്ങനെ നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളെ കുറയ്ക്കുവാനായി സാധിക്കും. വാർത്തകൾ കേട്ട് ഉത്കണ്ഠരാകാതെ നമ്മുടെ COVID-19 പ്രതിരോധിച്ച് അതിജീവിച്ചവരുടെ വിജയഗാഥകൾ കേട്ട് അത് ഷെയർ ചെയ്ത് നമ്മുടെ മനസ്സിനെ നമുക്ക് സന്തോഷിപ്പിക്കാം. അത് നമുക്ക് ആത്മവിശ്വാസം പകരും. ചിട്ടയായ ജീവിതശൈലി, ഉറക്കം, ഭക്ഷണം, വ്യായാമം എന്നിവയിലൂടെയെല്ലാം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ആരോഗ്യവാന്മാരാക്കാം. അങ്ങനെ ഈ COVID-19 എന്ന മഹാമാരിയെ നമുക്ക് ഒരുമിച്ച് നേരിടാം.